ഹലോ, ഇന്നൊരു റിക്വസ്റ്റ് വീഡിയോ കേട്ടോ. ഒരു ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ 2-3 പേര് എന്നോട് ചോദിച്ചു. ഞാൻ ഇത് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഡാർക്ക് കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. ഡാർക്ക് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ലൈറ്റ് എടുക്കാം. നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക്, ഉണങ്ങിയ ബൗൾ വേണം കേട്ടോ, വെള്ളം തന്നെ ഒന്നും കാണില്ല. അതിലേക്കൊരു 4 വലിയ എഗ്ഗ് വെള്ളമുട്ടയായിട്ട് എടുത്തേക്കുന്നത് ഞാൻ. അതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുവിധം ഫ്ലഫി ആയി വരുമ്പോഴത്തേക്കും 3/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പും പൊടിക്കാത്ത ആണെങ്കിൽ 3/4 കപ്പുമാണ് എടുക്കുന്നത്. ഇത് ഞാൻ പാരീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. അതാകുമ്പം ചെറിയ തരിയുടെ പഞ്ചസാരയാണ്, പൊടിക്കേണ്ട. അത് പെട്ടെന്ന് ഇതുമായിട്ട് മിക്സ് ആയിക്കോളും. അത് 3/4 കപ്പ് ഞാൻ എടുത്ത് നന്നായിട്ട് കുറേശ്ശെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ ബട്ടർ എസൻസ് ഒരു ടീസ്പൂൺ ഒഴിക്കും. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തണുപ്പില്ലാത്ത പാൽ അതൊരു 1/4 കപ്പ് ഒഴിക്കും. എന്നിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് നിറച്ചെടുക്കത്തില്ല, അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത്. ഇപ്പം ഞാൻ അളന്നൊഴിക്കാതെ ഏകദേശം ഒരു അളവ് എനിക്കുള്ള അറിയാം, ഞാൻ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കരുത്, കുറേശ്ശെ ഇട്ടാൽ മതി. ഒന്നിച്ചിടുമ്പോഴത്തേക്കും അടിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും. ഇത് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്പാച്ചില വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് 1 kgയുടെ ഇതാണ്. 7 ഇഞ്ച് പാനിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ഓവനിൽ വെക്കുക. ഞാൻ 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് വെക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ സ്ക്യൂറോ എന്തെങ്കിലും വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം വെക്കാൻ, അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ. ഓവനിൽ വെച്ച് ഒരു 25 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇതാക്കി വെക്കുക. ആദ്യം 25 മിനിറ്റ് ശരിയായില്ല എങ്കിൽ ഒന്നുകൂടെ ഒരു 10 മിനിറ്റ് കൂടെ വെക്കുക. എൻ്റെ OTG ഓവനായിരുന്നു, ഞാൻ അതിനകത്തായിരുന്നു. എനിക്കൊരു 30 മിനിറ്റ് വേണ്ടി വന്നില്ല, അതിന് മുമ്പ് സെറ്റായി. ഇതായിരുന്നു ഞാൻ സ്ഥിരം ചെയ്യുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച്. ഇതാണ് അത്യാവശ്യം സോഫ്റ്റാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർക്കാം. നല്ല സോഫ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.